ഊട്ടിയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഗൂഡല്ലൂർ വെച്ചാണ് ഈ ഷോപ്പ് കണ്ടത്. ഊട്ടി വർക്കി എന്ന് പറഞ്ഞ ബോർഡ് കണ്ടപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു. സമയം ഏകദേശം 11 മണിയായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നല്ല തിരക്കുണ്ട്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ നിർത്തിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാനായി നിൽക്കുന്നുണ്ട്. ഷോപ്പിലേക്ക് കയറിയ സമയത്ത് തന്നെ ചൂടുള്ള ഫ്രഷ് ആയിട്ടുള്ളൊരു വർക്ക് തന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതിന്. ഓവൻ ഫ്രഷ് ആണ് ഈ ഷോപ്പിൻ്റെ പേര്. നമുക്ക് ഈ ഷോപ്പിലുള്ള ആളോട് തന്നെ ചോദിക്കാം ഇവിടെ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇവിടെ മെയിനായിട്ട് വർക്കിയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. വർക്കി പിന്നെ ചോക്ലേറ്റ് ഉണ്ട്. വർക്കി നിങ്ങൾ ഇവിടെ തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്നത്? വർക്കി ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യണം. പ്രൊഡക്ഷൻ. ചോക്ലേറ്റോ? ചോക്ലേറ്റ് ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്, പിന്നെ ഊട്ടിയിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ. ചോക്ലേറ്റ് അല്ലാണ്ട് പിന്നെ വേറെ ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണുന്നുണ്ട്. അത് നിങ്ങൾ പുറത്തുനിന്ന് ചെയ്യുന്നല്ലേ? എന്തെങ്കിലും മാത്രം പ്രത്യേകത എന്ന് പറയുന്നത് വർക്കിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലേ? വർക്കി സ്പെഷ്യൽ ആണ് ഇവിടെ. ഓക്കെ. വർക്കി എവിടെയാണ് പ്രൊഡക്ഷൻ? ഇവിടെ തന്നെയാണ്. ഒന്ന് കാണാൻ പറ്റുമല്ലോ അല്ലേ? ഓക്കെ. ഇതാണ് ഇവിടുത്തെ വർക്കി പ്രൊഡക്ഷൻ യൂണിറ്റ്. നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഷോപ്പിൽ ഒരാളുണ്ട്. എങ്ങനെയാണ് വർക്കി ഉണ്ടാക്കുന്നുള്ള കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമുക്ക് പേരൊന്ന് പറയോ? മുഹമ്മദ് റയീസ്. മുഹമ്മദ് റയീസ് ആണ്. മുഹമ്മദ് റയീസ് നമുക്ക് എങ്ങനെയാണ് വർക്കി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരും. ഇത് രാവിലേക്കുള്ള മാവാണ്. ഇത് നമ്മൾ നാളേക്കുള്ള മാവ് ഇന്നലെ അടിച്ചു വെക്കും. ഇത് പിന്നെ എവിടെയാണ് ഇതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഇത് പിന്നെ രാവിലെ നമ്മളിത് പരത്തിയിട്ട് ഡാൽഡി ഓയിലൊക്കെ മിക്സ് ചെയ്തിട്ട് പെரிய ഷീറ്റാക്കി വെക്കും. ഷീറ്റാക്കിയിട്ട് വെക്കുക? ഷീറ്റാക്കിയിട്ട് മടക്കി വെക്കും. ഓക്കെ. എന്നിട്ട് എവിടെയാണ് മെഷീനൊക്കെ ഇതിനകത്ത് തന്നെ പ്രൊഡക്ഷൻ? എന്നിട്ട് ഷീറ്ററിൽ അടിച്ചു വരത്തും. ഷീറ്റർ അടിച്ചു വരത്തും. ഷീറ്റർ ഇതുപോലെയുള്ള സാധനങ്ങളായിട്ട് അടിച്ചു വരിക? അങ്ങനെ അടിച്ചു വരില്ല. ഇതിൽ ഷീറ്റായി വരും. ഷീറ്റായി വന്നിട്ട് പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും നമ്മൾ. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഓരോ സാധനങ്ങൾ വെക്കണം. വെക്കണം. പിന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവന് കയറ്റും. ഓവൻ സ്റ്റെപ്പിൽ 120 കിലോ ഇറങ്ങും. 120 കിലോ ഒറ്റ അടിപൊളി വർക്ക് ആയിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട്